നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ശത്രു അതിനി ഏത് മടകിൽ ചെന്ന് ഒളിച്ചാലും ഇന്ത്യ പിടികൂടി ആക്രമിക്കുമെന്നുള്ളത് ഒരു പൊതുവായ തത്വം തന്നെയാണ്. രഹസ്യമായാലും പരസ്യമായാലും ആ ഓപ്പറേഷൻ വളരെ നന്നായി തന്നെ ചെയ്യാനുള്ള പ്രഗത്ഭരായിട്ടുള്ള സേന അംഗങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൽ നമ്മൾ ഇന്ത്യക്കാരായ ഓരോ ജനതയും ഓരോ പൊതുജനവും അഭിമാനത്തോടു കൂടി തന്നെയാണ് അക്കാര്യം നമ്മൾ പറയാറുള്ളത്. ഇപ്പോഴിതാ ഇന്ത്യ തന്നെയാണോ അത് ചെയ്തത് എന്ന് ഉറപ്പില്ല, പക്ഷേ ഇന്ത്യ തന്നെ ആയിരിക്കാമെന്നുള്ള റിപ്പോർട്ടുകൾ ചിലയിടങ്ങളിൽ വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറിന്റെ പാകിസ്ഥാനിലെ പഞ്ചാബിൽ ദുരൂഹത സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാകിസ്ഥാനിലുള്ള പഞ്ചാബിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അബ്ദുൾ അസീസ് ഇസാറാണ് മരിച്ചത്. ഇസാറിന്റെ സഹായിയാണ് പുലർച്ചെ മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് സൂചന. എന്നാൽ ജെയ്ഷെ മുഹമ്മദ് ഇസാറിന്റെ വെടിയേറ്റുള്ള മരണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. മരണകാരണം വ്യക്തമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായ ആഘാതങ്ങൾ ഏൽക്കുകയാണ്. ഇപ്പോൾ മോദി സർക്കാരിനെതിരെ നിരന്തരം ഭീഷണി മുഴക്കി തീവ്ര പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഭീകരൻ കൂടിയാണ് ഇപ്പോൾ ഇതാ ഇല്ലാതായിരിക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയിലെ ഭംഗർ ജില്ലയിൽ കല്ലൂർ കോട്ടിൽ ഈ അഷ്റഫുല സ്വദേശിയായിരുന്നു മൗലാന അബ്ദുൾ അസീസ് ഇർസാർ. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാൻ പാകിസ്ഥാൻ മടിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് എന്നതിൽ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തെ മർക്കസിൽ ആണ് സംസ്കാരം നടക്കുന്നത്. ജൂൺ 2-നാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഉയർന്ന റാങ്കിലുള്ള ഭീകരവാദിയുടെ മൃതദേഹം പുലർച്ചെ ഇയാളുടെ സഹായിയാണ് കണ്ടെത്തിയത്. അബ്ദുൾ അസീസ് എസാർ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ വെച്ചാണ് മരിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇയാളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്വാഭാവിക മരണമല്ല ഇതെന്നും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. രഹസ്യ അന്വേഷണ ഏജൻസികളും ജെയ്ഷെ മുഹമ്മദ് നേതൃത്വം മരണത്തിന്റെ യഥാർത്ഥ കാരണം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വെടിയേറ്റുണ്ടായ മരണമല്ല ഇയാളുടേത് എന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ രഹസ്യ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നു. ഇയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരുന്നോ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ മാസം ഒരു റാലിയിൽ വെച്ച് ഇന്ത്യ വിഭജിക്കുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു. ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്താൻ ജെയ്ഷെ മുഹമ്മദ് നിർദ്ദേശം നൽകിയിരുന്ന പ്രധാനികളിൽ ഒരാളായിരുന്നു അബ്ദുൾ അസീസ് എസാർ. ഇയാൾക്കെതിരെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് ശക്തമായ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഈ മരണം സംബന്ധിച്ച വിവരങ്ങൾ സ്ഥിരീകരിച്ചു വരികയാണ്. പാകിസ്ഥാനിൽ അടുത്തിടെയായി നിരവധി ഭീകരവാദികൾ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അത് ഇന്ത്യയുടെ ചാരന്മാരായിരിക്കുമെന്നാണ് ചിലർ പറയുന്നത്. ഈ പട്ടികയിലേക്ക് ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കൽ കൂടിയാണ് അബ്ദുൾ അസീസ് എസാറിന്റേത്. ഇയാളുടെ മരണം ജെയ്ഷെ മുഹമ്മദ് സംഘടനയ്ക്ക് വലിയ തിരിച്ചടിയാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സുരക്ഷാ വിദഗ്ധർ. മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ താമസിക്കാതെ തന്നെ പുറത്തുവരും. അബ്ദുൾ അസീസ് ഇസാർ ഇന്ത്യയിലെ നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ട ഭീകരവാദി കൂടിയാണ്. 2016 നാഗ്രോഡ് ആക്രമണത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇന്ത്യ വിരുദ്ധ വികാരം സൃഷ്ടിക്കാനായി പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധി നേടിയിരുന്നു. രണ്ടാഴ്ചക്കിടെ പാകിസ്ഥാനിൽ ഇത് രണ്ടാമത്തെ സംഭവമാണ്. നേരത്തെ മെയ് 17-ന് ലഷ്കർ ഇ ത്വയ്ബയുടെ സൈഫുള്ള ഖാലിദിനെ പാകിസ്ഥാനിലെ സിന്ധിൽ വെച്ച് അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തത്. ലഷ്കർ, ജെയ്ഷെ, ഹിസ്ബുള്ള, മുജാഹിദീൻ ഭീകര സംഘടനകളുടെ ക്യാമ്പുകളാണ് നിലംപരിശാക്കിയത്. 100-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ ഹൃദയഭൂമിയായ പഞ്ചാബ് പ്രവിശ്യയിലും ഒരിക്കലും അപ്രാപ്യമെന്ന് കരുതിയ ബഹാവൽപൂരിലും ഇന്ത്യ കടന്നാക്രമിച്ചിരിക്കുകയാണ്. ബഹാവൽപൂരാണ് ജെയ്ഷെ മുഹമ്മദിന്റെ മുഖ്യ താവളം.